ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക് 3 പ്രൈസിങ്ങിലോട്ട് കയറാണ്. ഓക്കെ, റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ടോപ്പിക് 3 പ്രൈസിങ്ങിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കയറാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ മക്കളെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ലോ ഓഫ് ഡിമാൻഡ് ആണ് നമുക്ക് ഇതിൽ ആദ്യം പഠിക്കാനുള്ളത്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡ് ഈസ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതായത് പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്താണ്, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ പറയുന്നത്. അതായത് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ഓക്കെ, അതുപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. ഓക്കെ, അതാണ് പ്രൈസ് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത് പറയുന്നത്. ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളതിൽ പറയുന്നത്. ഓക്കെ അല്ലേ? എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? ഇനി other factors affecting demand. വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ഡിമാൻഡിനെ ബാധിക്കുക? വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ഡിമാൻഡിനെ എഫക്ട് ചെയ്യുക? പറ. കേൾക്കുന്നില്ലേ? ഹലോ, ഓഡിബിൾ അല്ലേ? ഹലോ ഹലോ ഹലോ, ഓഡിബിൾ ആണോ? യെസ് സർ. അത് ഇത്ര നേരം കേൾക്കുന്നില്ലായിരുന്നു. എനിക്ക് ഇത്തിരി ബ്രേക്ക് ആവുണ്ടായിരുന്നു, ഇടയ്ക്ക് നെറ്റിന്റെ പ്രശ്നമായിട്ട്. ആരാധനക്കോ ഓക്കെ ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എന്തെല്ലോ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല ഞാനൊന്ന് എക്സിറ്റ് ആയിട്ട് ഒന്നുകൂടി ജോയിൻ ആവട്ടെ. ഓ ഓക്കെ, എക്സിറ്റ് ആയിട്ട് ഒന്നും കൂടി ജോയിൻ ആയിക്കോളൂ. ശിവാനിക്ക് ഇപ്പോ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? യെസ് സർ. സർ ഓക്കെ, എന്താ പറഞ്ഞത്? അതായത് ഇപ്പോ നമ്മൾ പ്രൈസ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ലോ ഓഫ് ഡിമാൻഡിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ യെസ് സർ. വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത്? ശിവാനിക്ക് എന്താ തോന്നുന്നത്? സർ ഒന്ന്, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കണ്ട വിചാരിച്ചു. ഇപ്പൊ ചായ എടുക്കാണ്, ചായപ്പൊടി. അത് ചായപ്പൊടിയാണ് നമ്മൾ ചായപ്പൊടിക്ക് ഇപ്പൊ തൽക്കാലം ഒരു 100 ആൾക്കാരുടെ ഡിമാൻഡ് ഉണ്ട്. പക്ഷെ അതേസമയം കോഫി ചായയെക്കാട്ടിലും കുറവായിട്ടുള്ള പൈസക്ക് അവർ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ ആ 100 ഡിമാൻഡ് നേരെ വേണമെങ്കിൽ കോഫിക്ക് പോവാലോ. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ലൈക്ക് എന്താണ് അവിടെ കാരണം എഫക്ട് ചെയ്യുന്നത്? ആ ഡിമാൻഡ് ഇപ്പോ ഇയാൾ പറഞ്ഞത് ഓക്കെയാണ്, ശിവാനി പറഞ്ഞത് ഓക്കെയാണ്. ടീ ആയിരുന്നു നമ്മൾ ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ്, അതിന്റെ ഡിമാൻഡ് ചേഞ്ച് ആവാനുള്ള കാരണം എന്താ? കാരണം റീസൺ എന്താ? അതിന്റെ ഓൾട്ടർനേറ്റീവിന് പ്രൈസ് കുറവാണ്. ഓക്കെ, ആൾക്കാർ അതിനെ ഡിമാൻഡ് ആയാലും. എന്തായിട്ട് നമ്മൾ പറയും? പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയും. ഓക്കെ, അതായത് നമ്മളെ ഗുഡിന് പകരം വെക്കുന്ന വേറൊരു ഗുഡ്സ്. ഓക്കെ, പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നും പറയില്ലേ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിന് വാങ്ങാണ്ട് ഇരിക്കുന്ന ആ ഒരു ലോസിനല്ലേ പറയുന്നത്? അങ്ങനല്ല. ഇപ്പോ ശിവാനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ, ശിവാനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ചായ
സാർ ഇതായി സ്റ്റക്കായി സ്റ്റക്കായി. ഹലോ 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 ശിവാനി ഓഡിബിൾ ആണോ? ഓക്കെ, എന്തൊക്കെയോ നെറ്റ്വർക്ക് ഇഷ്യൂസ് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇടക്ക് കട്ടായി പോകുന്നത്. ഓക്കെ, ഓഡിബിൾ അല്ലേ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. പ്രോപ്പറായിട്ട് നിങ്ങൾ മൈക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വെച്ചാൽ നന്നാവും. ഓക്കെ, കാരണം എനിക്ക് നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ അത്രയും ബെറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ, എൻ്റെ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പോൾ ടാബ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന സ്ക്രീന് മാത്രമേ പ്രോപ്പറായിട്ട് കാണുള്ളൂ കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ മാക്സിമം അത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയോ നെറ്റ്വർക്ക് ഇഷ്യൂസ് കാണുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വേറെ എന്തൊക്കെയാണ് ഒതർ അഫക്റ്റിംഗ് ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഒതർ കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞേ? Taste and preference of consumers. Taste and preference Of customers. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കസ്റ്റമേഴ്സ്. ഓക്കെ, അതുണ്ട്. ഓക്കെ, അതായത് കസ്റ്റമറുടെ ടേസ്റ്റിനും അതുപോലെ തന്നെ പ്രിഫറൻസിനും അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഡിമാൻഡ് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ചേഞ്ച് ഇൻ ഇൻകം ഓഫ് കസ്റ്റമേഴ്സ്. ഓക്കെ, അതായത് കസ്റ്റമറുടെ ഇൻകം, അവരുടെ അടുത്ത് കയ്യിലുള്ള ഇൻകം ചേഞ്ച് ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ശിവാനി പറഞ്ഞിട്ടുള്ള പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, അതായത് നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന ഗുഡ്സിന്റെ പ്രൈസ് മാറുന്നത് കൊണ്ടുള്ള നമ്മളെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറയുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇൻകം ഓഫ് ദ കസ്റ്റമർ. ഓക്കെ, ഫസ്റ്റ് വൺ, ഇൻകം ഓഫ് ദ കസ്റ്റമർ. ഓക്കെ, ഇത് നമ്മളെ ഡിമാൻഡിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരാളുടെ
ഒരു കസ്റ്റമറുടെ കയ്യിൽ ഇൻകം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇൻകം കൂടിയാൽ എന്താ സംഭവിക്കുക? ഇൻകം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അവര് സുപ്പീരിയർ ഗുഡ്. എന്താണ് സുപ്പീരിയർ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്? ഓക്കെ, ജസ്റ്റ് ഇപ്പോ ഫോണിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ, ഫോണൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഐഫോൺ എന്താണ് ഒരു ഫ്ലാഗ്ഷിപ്പ് സുപ്പീരിയർ ഫോൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് അത്രയും പ്രൈസ് കൂടുതലായതുകൊണ്ട് ഐഫോൺ, അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഒക്കെ പ്രീമിയം ഫോൺസ് എന്തായിട്ട് നമുക്ക് പ്രൈസ് ലക്ഷറി ബജറ്റുള്ള ഫോണായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അതായത് സുപ്പീരിയർ ഗുഡ്. അതുപോലെ തന്നെ റെഡ്മി. ഓക്കെ, റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡ് എന്താണ്, എപ്പോഴും ബജറ്ററി സെഗ്മെന്റിലുള്ള ഒരു ബ്രാൻഡാണ്. ഓക്കെ, അപ്പോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇൻഫീരിയർ ഗുഡായും അതുപോലെ തന്നെ ഐഫോണിനെ നമ്മൾ സുപ്പീരിയർ ഗുഡായും കണക്കാക്കാം. ഓക്കെ, അപ്പോ നമ്മളുടെ ആൾക്കാരുടെ കയ്യിൽ ഇൻകം കൂടുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് കിട്ടുന്ന ഇൻകം കൂടുകയാണെന്നുണ്ടെങ്കിൽ സുപ്പീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, സുപ്പീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടും. അപ്പോ എന്ത് സംഭവിക്കും, ഇൻഫീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് എന്താവും, കുറയും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇൻകം എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ, അപ്പോ ഇൻകം ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻകം ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെയിം സിനാരിയോ ഇൻകം കുറയുകയാണ് എന്നുണ്ടെങ്കിൽ, എന്താ സംഭവിക്കുക? സുപ്പീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കുറയും. കാരണം ആൾക്കാർ അത്രയും പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യൂല, സാധനം വാങ്ങൂല. കാരണം ആളുകളുടെ കയ്യിൽ എന്താണ്, ഇൻകം കുറവാണ്. ഇൻഫീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കൂടും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ, ഇനി രണ്ടാമത്തത്. അപ്പോ ഒന്നാമത്തെ എന്താണ് പഠിച്ചത്, ഇൻകം ഓഫ് ദ കസ്റ്റമർ. അതങ്ങനെ ബാധിക്കുന്നത്, ഇൻകം കൂടുകയാണെങ്കിൽ സുപ്പീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കൂടും. അപ്പൊ എന്ത് ചെയ്യും, ഇൻഫീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗുഡ്സ് ഇൻഫീരിയർ ഗുഡ് ആണോ സുപ്പീരിയർ ഗുഡ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ നമ്മൾ ആളുകളുടെ കയ്യിൽ ഇൻകം കൂടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളത് സുപ്പീരിയർ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ സുപ്പീരിയർ ഗുഡ്സിന്റെ, നമ്മളെ ഗുഡ്സിന്റെ ഒക്കെ എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടും. അതേ സമയത്ത് ആ ഒരു സിനാരിയോയിൽ തന്നെ ആ ഒരു മാർക്കറ്റിൽ ഇൻഫീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യും. പിന്നെ അത് നേരെ തിരിച്ചും സംഭവിക്കാം. ഓക്കെ, Okay, sir. sir. അടുത്തത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കസ്റ്റമർ. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. ഓക്കെ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കസ്റ്റമർ. ഓക്കെ, അല്ലെങ്കിൽ കൺസ്യൂമർ. ഓക്കെ, കൺസ്യൂം ചെയ്യുന്ന ആളുടെ പ്രിഫറൻസ്. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മളുടെ കയ്യില് മക്കളെ ഈ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കസ്റ്റമർ, അതായത് നമുക്ക് കൂടുതൽ ആളുകൾ ഏത് ബ്രാൻഡാ ചൂസ് ചെയ്യുക. ഇപ്പോ മോസ്റ്റ് ഓഫ് ദ ടൈപ്പ് ഓഫ് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്ന പേസ്റ്റ് ആവട്ടെ, അതുപോലെ തന്നെ സോപ്പ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സിമിലർ ബ്രാൻഡ് എപ്പോഴും മേടിക്കുള്ളൂ, അല്ലേ? നോർമലി സിമിലർ ബ്രാൻഡുകളല്ലേ എപ്പോഴും മേടിക്കുള്ളൂ. Yes, sir. Yes, sir. ഇപ്പൊ പുതിയൊരു ബ്രാൻഡ് പേഴ്സും പുതിയൊരു ബ്രാൻഡ് സോപ്പും ഒക്കെ വന്നാല് നോർമലി ആളുകൾ എന്താ ചെയ്യുക, നമ്മൾ നോർമലി മേടിക്കുന്നത് എന്താണോ അതേ മേടിക്കുള്ളൂ, അല്ലേ മക്കളെ? Yes, sir. Yes, But sir. price reasonable ആണെങ്കിൽ we'll try it, right? അതെ, അതിലോട്ട് എത്താം. ഓക്കെ, പിന്നെ ഇതിനെ ബാധിക്കുന്ന കേസ് എന്താ, ഈ സിമിലർ കേസ് ആണ്
ഓക്കെ, ഇൻകം നമ്മളെ അടുത്ത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതില് പ്രൈസ് കൂടുതലുള്ള ഗുഡ്സ് എന്ത് ചെയ്യും? മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കയ്യില് ഇപ്പൊ നമ്മൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ഇത് നോക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഇൻകം ഇതിനും എന്താണ് ഇൻകവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. ഇൻകം ഇതിലൊരു മാറ്റർ അല്ലേ? ഓക്കെ, ഇപ്പോ ഒരു ഫാമിലിയിലുള്ള മെയിനായിട്ട് നിൽക്കുന്ന, അതായത് എല്ലാ ചെലവുകളും വഹിക്കുന്ന നമ്മളെ പാരന്റ്സ് ഒക്കെ ഓക്കെ, മോസ്റ്റ്ലി അവരുടെ ഇൻകം കുറച്ച് ഇപ്പോ കഴിഞ്ഞ മാസത്തേക്കാളും ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ടേസ്റ്റും നമ്മളെ പ്രിഫറൻസും എന്ത് ചെയ്യും? ചേഞ്ച് ആവൂലേ? കുറച്ചും Yes, കൂടി sir. ഹയർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് നോക്കൂലേ, അല്ലേ? മക്കളെ അല്ലേ? Yes, sir. സർ. ഓക്കെ, അതും ഇതിലെന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്ന ഒരു ഘടകമാണെന്ന് അർത്ഥം. ഓക്കെ, അത്രയാണ് ഈ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സിൽ പറയുന്നത്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സിൽ പറയുന്നത്. ഓക്കെ അല്ലേ? Yes, sir. Yes, sir. യെസ് സർ. ഓക്കെ, ഇനി തേർഡ് വൺ നേരത്തെ ശിവാനി പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. അതായത് ശിവാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ടീ ആൻഡ് കോഫി അല്ലേ? ടീ ആൻഡ് കോഫിയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? ഓക്കെ, ഈ ടീ ആൻഡ് കോഫിയുടെ കേസ് അതുപോലെ തന്നെ ഉള്ളൊരു വേറൊരു കേസ് ഞാൻ പറയാം. ഓക്കെ, അതായത് കുറച്ചും കൂടി ഒരു സിമിലർ ആയിട്ടുള്ള സാധനത്തിന്റെ കേസ് പറയാം. ഓക്കെ, ഇപ്പോ ചായപ്പൊടി ആണെന്നുണ്ടെങ്കിൽ AVT എന്ന് പറയുന്ന കമ്പനിയുണ്ട്, കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള. അതുപോലെ തന്നെ കണ്ണൻദേവൻ എന്ന് പറയുന്ന ചായയുടെ ബ്രാൻഡും അറിയില്ലേ നിങ്ങൾക്ക്? Yes, sir. ഓക്കെ. ഇപ്പോ AVTയുടെ 100 ഗ്രാമിന്റെ പാക്കിന് 25 ആണ്. ഓക്കെ, AVTയുടെ 100 ഗ്രാമിന്റെ പാക്കിന് 25 ആണ്. അതുപോലെ തന്നെ കണ്ണൻദേവന്റെ 100 ഗ്രാമിന്റെ പാക്കിന് 28 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആളുകൾ ഏതായിരിക്കും ചൂസ് ചെയ്യാം? രണ്ടും പോപ്പുലർ ബ്രാൻഡാണ്. ഓക്കെ, AVT ചൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇപ്പോ ഈ ഒരു സീസണൽ ആയിട്ട് കണ്ണൻദേവന്റെ 100 ഗ്രാമിന് 20 ആയെന്ന് വെക്കുക. ഓക്കെ, ഒരു പർട്ടിക്കുലർ സീസണിൽ കണ്ണൻദേവന്റെ 100 ഗ്രാമിന് 20 ആയെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? മാർക്കറ്റിൽ എന്താ സംഭവിക്കുക? കണ്ണൻദേവനുള്ള ഡിമാൻഡ് കൂടും. കണ്ണൻദേവനുള്ള ഡിമാൻഡ് കൂടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ സെല്ലിംഗ് പ്രൈസ് കുറയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ സെല്ലിംഗ് പ്രൈസ് കുറയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ഗുഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ സെല്ലിംഗ് പ്രൈസ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ഗുഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അതല്ലേ സംഭവിച്ചിട്ടുള്ളത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ ഇതാണ്. ഇപ്പൊ AVTയെ സംബന്ധിച്ചിടത്തോളം അവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഗുഡ് ഏതാ? കണ്ണൻദേവന്റെ ചായപ്പൊടിയാണ്. ഓക്കെ, അപ്പോ AVTക്ക് ആദ്യത്തെ ഇതിൽ എന്താണ് 100 ഗ്രാമിന് 25 ഉള്ളായിരുന്നു, കണ്ണൻദേവന് 28 ആയിരുന്നു. ഓക്കെ, അപ്പോ അവർക്ക് Sir, voice break ആവുന്നുണ്ട്. കണ്ണൻദേവനെ സംബന്ധിച്ചിടത്തോളം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഏതാ? ബ്രേക്ക് ആവുന്നുണ്ട് സർ. ഹലോ, ഓഡിബിൾ ആണോ? Voice break ആവുന്നുണ്ട്, sir.
ഇപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം സർ. കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ ആണ്. ഓക്കെ. ഓക്കെ. ഇപ്പോ AVT ആണ് നമ്മളെ ഗുഡ്. ഓക്കെ, ഇത് AVT അവർ നമ്മളെ ഗുഡ്, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ആദ്യം മാർക്കറ്റില് എന്തായിരുന്നു? നമ്മളെ ഗുഡിനായിരുന്നു എന്ത്? റേറ്റ് കുറവ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് കുറവ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായിരുന്നു? ഡിമാൻഡ്, നമ്മളെ ഗുഡിന്റെ ഡിമാൻഡ് എന്തായിരുന്നു? കൂടുതലായിരുന്നു. പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കുറഞ്ഞു. അപ്പൊ നമ്മളെ ഗുഡിന്റെ എന്ത് ചെയ്തു? ഡിമാൻഡ് കുറയും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ 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 സർ. ഓക്കെ, ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക കേട്ടോ. എന്താന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്, പ്രൈസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്. പ്രൈസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്സ്. എന്താണ് ഈ കോംപ്ലിമെന്ററി ഗുഡ്സ്? എന്താണ് കോംപ്ലിമെന്ററി ഗുഡ്സ്? സർ എക്സാമ്പിൾ പറഞ്ഞാൽ മതിയോ? ഇത് അത് മതി. ഇപ്പോ ചായപ്പൊടിക്ക് കോംപ്ലിമെന്ററി ആണ് ഷുഗർ അല്ലെങ്കിൽ പാല്, അല്ലേ? അല്ലെങ്കിൽ പേപ്പറിന് കോംപ്ലിമെന്ററി ആണ് പെന്ന്. പേപ്പറിന് കോംപ്ലിമെന്ററി ആണ് പെന്ന്. അല്ലെങ്കിൽ പെൻസില്, അതൊക്കെ കോംപ്ലിമെന്ററി ആവും. അപ്പൊ അഥവാ ഒരു പേപ്പർ അല്ലെങ്കിൽ ബുക്ക് വാങ്ങുകയാണ് അങ്ങനെയാണെങ്കിൽ. അതായത് പേപ്പറിന് കോംപ്ലിമെന്ററി ആയിട്ട് പെന്നുണ്ട്, പെൻസിലുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളില്ലേ? ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പ്രിന്ററിന് കോംപ്ലിമെന്ററി ആണ് എന്ത്? പ്രിന്ററിന് കോംപ്ലിമെന്ററി ആണ് അതിന്റെ ഇങ്ക്. ഓക്കെ 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 ഓക്കെ. പ്രിന്റർ കോംപ്ലിമെന്ററി ആണ് അതിന്റെ ഇങ്ക്. നമ്മളെ ബ്രഷിന് കോംപ്ലിമെന്ററി ആണ് എന്ത്? ബ്രഷിന് കോംപ്ലിമെന്ററി ആണ് പേസ്റ്റ്. ഓക്കെ, പിന്നെ നമ്മളെ ഗ്ലൂക്കോമീറ്റർ അറിയോ? അതായത് നമ്മള് ഈ ഷുഗർ ഒക്കെ നോക്കുന്ന. യെസ് സർ. യെസ് സർ. ഓക്കെ, അതിന് ഗ്ലൂക്കോമീറ്റർ ആണ് എന്ന് പേര് എന്ന് തോന്നുന്നു. ഓക്കെ, ഐ തിങ്ക് സോ. ഞാൻ ഉദ്ദേശിച്ച സാധനം അതാണ്. ഓക്കെ, അതിന്റെ പേര് അതന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ ഓക്കെ അതിന്റെ കോംപ്ലിമെന്ററി ആണ് അതിന്റെ സ്ട്രിപ്സ്. ഓക്കെ, അതിന്റെ സ്ട്രിപ്സ് നമ്മൾ നോർമലി വീട്ടിൽ നിന്ന് നോക്കുന്ന ഒരു ഷുഗറിന്റെ ഒരു ഇതുണ്ട്, അതിന്റെ സ്ട്രിപ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിൽ ബ്ലഡ് സ്റ്റെയിൻ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷുഗർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ കോംപ്ലിമെന്ററി ആണ് എന്ത്? ഈ സ്ട്രിപ്സ്, അതിന്റെ ഈ സ്ട്രിപ്പുകൾ. ഓക്കെ, അതുപോലെ തന്നെ ബാറ്റിന് കോംപ്ലിമെന്ററി ആണ് എന്ത്? ബോള്. ഓക്കെ, ബോള്. അതുപോലെ തന്നെ പെട്രോൾ കാറിന് കോംപ്ലിമെന്ററി ആണ് എന്ത്? പെട്രോള്. ഓക്കെ, ഏകദേശം എന്താണ് ഈ കോംപ്ലിമെന്ററി ഗുഡ് എന്നുള്ളത് മനസ്സിലായില്ലേ? യെസ് സർ. ഓക്കെ, അപ്പോ ഈ കോംപ്ലിമെന്ററി ഗുഡിന് പ്രൈസ് കൂടുമ്പോ, ഈ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റിന് പ്രൈസ് കൂടുമ്പോ, സെല്ലിംഗ് പ്രൈസ് കൂടുമ്പോ നമ്മളെ ഗുഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, കുറയും. ഓക്കെ, അതായത് ഈ പ്രിന്ററിന്റെ ഇങ്കിന് കാട്രിഡ്ജ് എന്നാ പറയാ. ഓക്കെ, ഈ കാട്രിഡ്ജിന്റെ റേറ്റ് കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ ടൈപ്പ് ഓഫ് പ്രിന്റേഴ്സ് വാങ്ങുന്നത് കുറയും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ?
അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് കുറയുമ്പോൾ നമ്മളെ ഗുഡിന്റെ ഡിമാൻഡ് കൂടും. ഓക്കെ ഓക്കെ, അതാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ Okay, sir. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുത്തേ. ഇത്രയും പറഞ്ഞിട്ടുള്ള എല്ലാതും എഴുതിയിട്ടുണ്ടോ? മേലെ പറഞ്ഞിട്ടുള്ളതൊക്കെ നോ സർ. എഴുതിയിട്ടുണ്ട്, sir. ശിവനെ എഴുതിയിട്ടുണ്ടോ? നോ സർ. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുക്കുക. ഈ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. അത് പ്രോപ്പറായിട്ട് ഇതുപോലെ കാര്യമായിട്ടൊന്നും പറയാനില്ല അതിൽ. ഓക്കെ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് കേട്ടോ. എഴുതുന്നതിന് മുമ്പ് ഒരു സാധനം കൂടി പറയാനുണ്ട്. ഓക്കെ, ഇതും കൂടി ശ്രദ്ധിക്കുക എന്നിട്ട് എഴുതാട്ടോ. ഓക്കെ, 5th വണ്ണായിട്ട് മാർക്കറ്റ് ആൻറ്റിസിപ്പേഷൻ ഓഫ് എന്താണ് മാർക്കറ്റ് ആൻറ്റിസിപ്പേഷൻ ഓഫ് ബയർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായോ? അതായത് ഇപ്പോ നിങ്ങളൊരു സാധനം വാങ്ങാൻ പോവാണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റിനെ കുറിച്ചൊന്നും നോക്കൂലേ? അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു എന്തെങ്കിലും ഗാഡ്ജറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അത്യാവശ്യം കുറച്ച് റേറ്റ് ഉള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം മേടിക്കുമ്പോൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യൂലേ? നിങ്ങൾ പ്രോപ്പറായിട്ട് മാർക്കറ്റിനൊന്ന് നോക്കൂലേ? അതായത് ഇത് ഫ്യൂച്ചറിൽ പ്രൈസ് കുറയോ, ഓക്കെ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പ്രൈസ് കൂടുമോ? ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കൂലേ? Yes, sir. ഓക്കെ, അതായത് ഇപ്പോ ഐഫോണിന്റെ ലേറ്റസ്റ്റ് ഇപ്പോ ഈ ടെക്നോളജി ഇതൊക്കെ നിങ്ങൾ ടെക് ന്യൂസുകളോ കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഐഫോണിന്റെ ആപ്പിൾ പ്രൊഡക്ട്സിന് വരും മന്തിലൊക്കെ, അതായത് വരും മാസങ്ങളിൽ ഒരു 30% പ്രൈസ് ഇൻക്രീസ് ആവും എന്നാ പറയുന്നത്. ഓക്കെ, ഡ്യൂ ടു ദ ഷോർട്ടേജ് ഓഫ് അതിന്റെ ചിപ്സെറ്റ് കാര്യങ്ങൾ, അതിന്റെ ഉള്ളിലുള്ള ഓരോ കോമ്പണന്റിന്റെ റേറ്റ് കൂടുന്നതുകൊണ്ട് അവര് 30% വരെ എന്ത് ചെയ്യും, അവര് പ്രൈസ് ഹൈക്ക് ചെയ്യുമെന്നാണ് അവര് പറയുന്നത്. ഓക്കെ, ഇതൊരു ജസ്റ്റ് ആപ്പിളിന്റെ ഒരു ന്യൂസ് ആണ്. ഓക്കെ, റീസെന്റ് ഒക്കെ വന്നിട്ടുള്ള. ഓക്കെ, അപ്പോ മാർക്കറ്റ് ഇപ്പൊ നിങ്ങൾ ഒരു ഐഫോൺ ബൈ ചെയ്യാൻ പോവാണ്. അപ്പോ മാർക്കറ്റിനെ നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഫ്യൂച്ചറിൽ പ്രൈസ് കൂടും, നെക്സ്റ്റ് മന്തിലാവുമ്പോത്തിന് അതിനെന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിന് പ്രൈസ് കൂടും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ അതായത് കറന്റ് ഐഫോണിന്റെ ഡിമാൻഡ് എന്തായിരിക്കും? കുറവ്. കറന്റ് ഐഫോണിന്റെ ഡിമാൻഡ് എന്തായിരിക്കും? കുറവാണോ? അതായത് ഫ്യൂച്ചറിൽ പ്രൈസ് കൂടും എന്നുള്ളത് കൊണ്ട് ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്തായിരിക്കും? കൂടുതലല്ലേ? കാരണം അടുത്ത മാസമാകുമ്പോൾ 30% കൂടുതൽ പ്രൈസ് ആവും. ഓക്കെ, നമ്മൾ ആ ഒരു പ്രൈസ് അല്ല, ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന ആളാ. ഓക്കെ, ആ ഒരു രീതി ചിന്തിക്ക്. ഓക്കെ, ഫ്യൂച്ചറിൽ പ്രൈസ് കൂടും എന്നുള്ളതുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ എന്ത് ചെയ്യും? ആ ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റിന്റെ ബേസിൽ ചിന്തിച്ചാൽ മതി. ഫ്യൂച്ചറിൽ ആ പ്രൊഡക്റ്റിന് പ്രൈസ് കൂടും, അല്ലെങ്കിൽ ഐഫോണിന് പ്രൈസ് കൂടും, 30% കൂടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ലേ പ്രൈസ് കുറഞ്ഞിട്ടുള്ള നിൽക്കുന്നത്? അപ്പോഴല്ലേ ഈ കുറയുള്ള സമയത്തല്ലേ ഡിമാൻഡ് ഉണ്ടാവുക? ഓക്കെ, ഡിമാൻഡ് കൂടും. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്രൈസ് കുറയാണ് എന്നുള്ള ആന്റിസിപ്പേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലായോ? Yes, sir. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ,
ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇനി എഴുതിക്കോളൂ. ഈ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഈ ഒരു പോർഷൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? Yes, sir. നോ സർ, ശിവാനി? എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ്. ഓക്കെ ഓക്കെ, ഇതൊന്ന് എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യാൻ പറയാം കേട്ടോ. നെക്സ്റ്റ് പേജ്. ഓക്കെ, സാർ, ആ പേസ്റ്റ് ആൻഡ് സോപ്പിന്റെ ചോട്ടിൽ വേറൊന്നും ഉണ്ടായിരുന്നില്ലേ? എങ്ങനെ? ടേസ്റ്റ് ആൻഡ് ഇല്ല പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമറിന്റെ. ഇല്ല ഇല്ല ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കസ്റ്റമറുടെ ടേസ്റ്റിനും പ്രിഫറൻസിനും അനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഡിമാൻഡ് കൂടുകയും ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉള്ള പ്രോഡക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഡിമാൻഡ് കൂടും. അതിൽ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് എഴുതി വെക്കട്ടെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് മാർക്കറ്റിൽ കറന്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന് ഡിമാൻഡ് കൂടുതലായിരിക്കും. ഏതിനേക്കാളും പുതുതായിട്ട് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റിനേക്കാളും, അല്ലേ? അതാണല്ലോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസേൺ ആയിട്ട് പറയുന്നത്, അല്ലേ? Yes. നിങ്ങൾക്കിത് മനസ്സിലാകാത്ത പ്രശ്നമുണ്ടോ? ഇതിൽ ഇനിയും ഡെപ്ത് ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? വേണ്ട sir. Okay. ഇത്രയും ഫാക്ടേഴ്സ് ആണ് കേട്ടോ നമ്മൾ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ ബാധിക്കുന്ന ഇത്രയും ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. എഴുതിയിട്ടുണ്ടോ? സാർ, ലാസ്റ്റ് ഹെഡിങ് മാർക്കറ്റ് ആന്റിസിപ്പേഷൻ ഓഫ് ബയർ. ഇതിലെ ഫ്യൂച്ചർ പ്രൈസ് എന്ന് എഴുതിയത് എന്താണെന്ന് പ്രോപ്പറായിട്ട് എഴുതി വെക്കട്ടോ. അതായത് മാർക്കറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ, അതായത് ഫ്യൂച്ചറിൽ മാർക്കറ്റിന്റെ ആ ഒരു പ്രൊഡക്റ്റിന് പർട്ടിക്കുലർ പ്രോഡക്റ്റിന് പ്രൈസ് കൂടുകയാണ് എന്ന് മാർക്കറ്റിൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഇപ്പോൾ കറന്റ് കൂടുതലായിരിക്കും. ഫ്യൂച്ചറിൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയും എന്നുള്ളത് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ഇപ്പോ ഡിമാൻഡ് കുറവായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഗോൾഡിന്റെ ഒക്കെ കേസ് എങ്ങനെ? പ്രൈസ് കുറവുള്ളപ്പോ കൂടുതൽ ആളുകൾ മേടിക്കും അല്ലെ? ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, റീസെല് ചെയ്യും. അതൊരു ട്രേഡിംഗ് പോലെയാണ്. ഓക്കെ, ഗോൾഡിനും നമ്മൾ കൂടുതലായിട്ട് ഡിമാൻഡിന്റെ ബേസിൽ നമുക്ക് അത് ആൾക്കാർ കൂടുതൽ എന്തിനാ ചെയ്യുന്നത്, അതായത് പ്രൈസ് കൂടുന്ന സമയത്ത് ഏറ്റവും പീക്ക് പ്രൈസ് വരുമ്പോൾ, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് വരുമ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ റീസെല് ചെയ്യും. അതിനു വേണ്ടിയിട്ടല്ലേ ഗോൾഡ് വെക്കുന്നത് പല ആളുകളും, അല്ലേ മക്കളെ? Yes.
യെസ് സർ. എഴുതി കഴിഞ്ഞോ? യെസ് സർ. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇതൊക്കെ നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചതല്ലേ? എക്കണോമിക്സിൽ പഠിച്ചതല്ലേ? യെസ് സർ. ഇതെന്താണ്? ഒരു മെഷറിംഗ് ടൂളാണ്. ഫോർ വാട്ട്? മെഷറിംഗ് ടൂൾ ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡിന്റെ ഒരു മെഷറിംഗ് ടൂളാണ് എന്ത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിലീറ്റഡ് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. എങ്ങനെ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഞങ്ങൾക്ക് ഡിലീറ്റഡ് പോർഷൻ ആയിരുന്നു എന്നാണ് ഒരു ഓർമ്മ. ഓക്കെ 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 ഓക്കെ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും നമ്മളിവിടെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടേ പോവുള്ളൂ. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്? ലോ ഓഫ് ഡിമാൻഡിനെ മെഷർ ചെയ്യാനുള്ള ടൂളാണ്. ഓക്കെ, ലോ ഓഫ് ഡിമാൻഡിനെ മെഷർ ചെയ്യാനുള്ള ടൂളാണ്. ഓക്കെ, ഇതെന്താ മെഷർ ചെയ്യുന്നത്? ഇറ്റ് measures how much affect a price increase or decrease will have on demand of that product. ഓക്കെ, അപ്പൊ ഇതെന്താ മെഷർ ചെയ്യുന്നത്? ഈ പ്രൈസ് കൂടുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ എത്രത്തോളം ഡിമാൻഡ് ഓഫ് ദ ഡിമാൻഡിന് ഇൻക്രീസോ ഡിക്രീസോ വരുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് എന്ത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? പ്രൈസ് ഇലാസ്റ്റി ഓർ പ്രൈസ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് ഈ രീതിയിൽ നമുക്ക് ഷോർട്ട് ആയിട്ട് എഴുതാം. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ആണ് എഴുതുന്നത്. പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, അതായത് പ്രൈസിൽ വരുന്ന പെർസെന്റേജ് ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ, അതായത് ഡിമാൻഡിൽ എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട് എന്ന് അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യുന്ന മെഷർ ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, പ്രൈസിൽ വരുന്ന ചേഞ്ച്, പെർസെന്റേജ് ചേഞ്ച് എത്രത്തോളം ഡിമാൻഡിനെ ചേഞ്ച് വരുത്തുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്ന ഒരു ടൂളാണെന്ത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതാണ് ലോ ഓഫ് ഡിമാൻഡിനെ മെഷർ ചെയ്യുന്ന ടൂള് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ തരാം. ഓക്കെ, ഇതൊന്ന് ഇതിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒന്ന് ഫൈൻഡ് ചെയ്തേ. എക്സാമ്പിൾ പ്രൈസ്, ക്വാണ്ടിറ്റി, ഡിമാൻഡ്. ഈ ഇക്വേഷൻ ഒക്കെ എഴുതിയോ? എഴുതിയിട്ടുണ്ടോ? ഇതൊന്ന് എഴുതി എടുക്കട്ടോ. P0 എന്ന് പറഞ്ഞാൽ പ്രൈസ് 0 കേട്ടോ. P1 പ്രൈസ് 1. ഓക്കെ, 100ഉം അതുപോലെ തന്നെ 90 ആണ് ഇത്. ക്വാണ്ടിറ്റി ഡിമാൻഡ് 20 യൂണിറ്റ്സും 30 യൂണിറ്റ്സും. ഓക്കെ, 20 യൂണിറ്റ്സും 30 യൂണിറ്റ്സും. ഓക്കെ, ഇനി നിങ്ങൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എത്ര എന്ന് പറഞ്ഞ?
എത്രയെന്ന് പറഞ്ഞേ? എത്ര ആൻസർ വരുന്നേ? ചെയ്തു തരണോ? ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് ഈ ഒരു ഡിവൈസ് തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ കാണൂല. ഓക്കെ, 1 ആണോ? 1 അല്ല. Percentage change in quantity demand divided by percentage change in price. Okay. സർ -5 ആണോ? എന്താ ഈ -5? 5. എന്താ -5? ഒരു മൈനസ്. ഓക്കെ, ഈ ചേഞ്ച് എങ്ങനെയാ കാണുന്നത്? പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ കാണുന്നത്? ഓക്കെ, പ്രൈസ് എത്ര P0 നിന്നും P1 എത്തിയപ്പോൾ എത്ര ചേഞ്ച് വന്നു? 10. യൂണിറ്റ്സോ? 10. ഓക്കെ, യൂണിറ്റ്സും പ്രൈസും ഒക്കെ 10 അല്ലേ ചേഞ്ച് വന്നിട്ടുള്ളത്? ഓക്കെ, നമ്മൾ എങ്ങനെ പെർസെൻറ്റേജ് ചേഞ്ച് കാണാം? ചേഞ്ച് ഡിവൈഡ് ബൈ ബേസ് ഇൻറ്റു 100. ഓക്കെ, ഇവിടെ ചേഞ്ച് എത്ര? 10. ബേസ് എത്ര? 100. പ്രൈസിന്റെ ചേഞ്ച് ആണ്, ചേഞ്ച് ഇൻ പ്രൈസ് ആണ് പറയുന്നത്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 0.1 or 10% എന്ന് പറയും. ഓക്കെ, 0.1 or 10%. ഇനി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. 10 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100. 0.5 or 50%. ഓക്കെ, ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? പെർസെൻറ്റേജ് ചേഞ്ച് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇനി അത് നേരെ ഈ ഇക്വേഷനിലോട്ട് എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എത്ര? 0.5, 50% ഡിവൈഡഡ് ബൈ 0.1 ഈസ് ഈക്വൽ ടു 5 times. ഇതിലെങ്ങനെ ഈ മൈനസ് കിട്ടി? എനിക്ക് അതാ മനസ്സിലാവുന്നത്. എങ്ങനെ ഈ മൈനസ് വന്നേ? ഞാൻ P1 -P0 അങ്ങനെ എടുത്തു. ഓക്കെ, അങ്ങനല്ല. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുത്തേ. പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ടോ? യെസ് സർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. The price of good increases from 2000 to 2400.
which will lead to decrease in quantity demanded by 50 units from decrease by 50 units from 400 units. Calculate price elasticity of demand. Find it. ഈ എക്കണോമിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന്റെ. ഓക്കെ, എക്കണോമിസ്റ്റ് ഫോർമുല. ഓക്കെ, എക്കണോമിസ്റ്റുകളെ ഫോർമുലയാണ് ഇവിടെ എഴുതുന്നത് കേട്ടോ. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഇൻറ്റു ബേസ് പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇതാണ് എക്കണോമിസ്റ്റിന്റെ ഫോർമുല കേട്ടോ. ഇത് വെച്ചും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോഴും സിമിലർ ആയിട്ട് തന്നെ ആൻസർ കിട്ടുന്നത് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മാനേജ്മെന്റ് അക്കൗണ്ടൻസ് CMA എങ്ങനെയാണ് എന്ത് ചെയ്യാ ഈ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ 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 കേൾക്കുന്നില്ലേ മക്കളെ? ഓക്കെ സർ. എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? മൈക്കിൽ അടിച്ചോണ്ടിരിക്കണം. മൈക്ക് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. ഓക്കെ 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 ഈ ഒരു ക്വസ്റ്റ്യനും കൂടി രണ്ട് മെത്തേഡിലും ചെയ്യാട്ടോ. ഓക്കെ, നമ്മളെ ക്ലാസ് ഇപ്പോ ഒരു ഏകദേശം 1 hour ആയി കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നിങ്ങളാണെങ്കിൽ റെസ്പോൺസും വളരെ ലോ ആണ്. ഓക്കെ, അതുപോലെ തന്നെ 2 ഡിവൈസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ റെസ്പോൺസ് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാതെ പറയാനുള്ളൊരു ഓപ്ഷനും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് ചെയ്തു വരിക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഇരുന്നിട്ട് റിമൈനിങ് ആയിട്ടുള്ള ഒരു 1 hour ഉണ്ട്. ഈ 1 hour ഇരുന്നിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് മാർജിനൽ അനാലിസിസ് പഠിച്ചുകൊണ്ട് ഇരിക്കുക. ഓക്കെ, അത് പഠിച്ച് എന്താ പറ കിട്ടിക്കഴിഞ്ഞു, പക്ഷെ അത് വലിയ എമൗണ്ട് വരില്ല. എത്ര വലിയ എമൗണ്ട്? സാർ ഞാൻ ഈ പി എക്കണോമിസ്റ്റ് ഫോർമുല യൂസ് ചെയ്ത 5555.5. എങ്ങനെ? അതാണ് സാർ 5555.5. എങ്ങനെ അത്ര വലിയ എമൗണ്ട് ഒക്കെ കിട്ടുന്നത്? അത്ര വലിയ എമൗണ്ട് ഒരിക്കലും കിട്ടൂല. ഓക്കെ, സർ ചേഞ്ച് എന്ന് പറയുമ്പോ നമ്മള് ഡിഫറൻസ് അല്ലേ നോക്കണം. 2000 2400 ആയി എന്നുള്ള, അപ്പൊ നമ്മളതിൽ 400 ആണ് ചേഞ്ച്. അതല്ലേ എടുക്കുക? അതോ 2400 ആണോ എടുക്കുക ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റിക്ക്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി 400. ചേഞ്ച് ഇൻ അല്ലേ? ആ അല്ലല്ല, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി 50 അല്ലേ വരിക സർ? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി 50, ചേഞ്ച് ഇൻ പ്രൈസ് 400. സർ അതാണ് ചെയ്തത്, എനിക്ക് ഇങ്ങനെ വരും. അതില് റിമൈനിങ് ആയിട്ടുള്ള ഒരു പോർഷനും കൂടി ഇല്ലേ, ഇൻറ്റു P0 ഡിവൈഡ് ബൈ Q0. അതന്നെ സർ, ഒരു മിനിറ്റ് ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അടുത്ത ക്ലാസ്സിൽ തന്നെ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ അപ്പോ ഈ ഇന്നത്തെ ക്ലാസ് ഈ ഒരു രീതിയിൽ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ?
ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? എടുത്തിട്ടുണ്ട് സർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ശിവാനിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്ലാസ് മുതൽ എല്ലാവരോടും എന്ത് ചെയ്യാൻ പറയാ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയാം. കാരണം മാർജിനൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എൻറ്റയർലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഇനി പ്രോപ്പറായിട്ട് പഠിച്ച് നമ്മൾ ഈ വീക്കെൻഡിൽ എന്ത് ചെയ്യും, അതിന്റെ ഒരു എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഇതെല്ലാവരോടും പറയുക. ആ ഒരു ദിവസം എന്നാണോ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ആ ഒരു ദിവസം പ്രോപ്പറായിട്ട് എല്ലാവരും, ഈ ക്ലാസ്സിൽ 4 സ്റ്റുഡൻസ് ആണ് കറന്റ് അറ്റൻഡ് ചെയ്യുന്നത്. ഈ 4 സ്റ്റുഡൻസും എന്ത് ചെയ്യണം, ആ എക്സാം പ്രോപ്പറായിട്ട് ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, അതെന്ത് ചെയ്യാ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാ, അവരോട് പറയാ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓക്കെ സർ. ഓക്കെ, അപ്പോ അതിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ പ്രൈസിങ് നെക്സ്റ്റ് ക്ലാസ് മുതൽ 4 പേരും എന്ത് ചെയ്യണം, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. ഓക്കെ, നിങ്ങൾ ഇതിലെ സ്റ്റുഡൻസ് കുറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് പേഴ്സണലായിട്ട് വന്ന് നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ അത്രയും ടൈം എനിക്കും അവിടെ വേസ്റ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ അപ്പോ Okay, sir. അത്രേ ഉള്ളൂ. ഇന്ന് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, സോറി ഫോർ ദാറ്റ്. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ എന്തുകൊണ്ടാന്ന് അറിയില്ല. ഓക്കെ, കറന്റ് ലാപ്പിലോട്ട് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഇത് മൊബൈൽ ഡാറ്റ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു എറർ സംഭവിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു ഈ ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. പ്രോപ്പറായിട്ട് അവരോട് ആ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ സർ. ഓക്കെ, Okay, ബാക്കി sir. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. Thank you, sir. Bye, sir. താങ്ക് യു സർ. ഓക്കെ.